നമസ്കാരം. പ്രധാന വാർത്തകൾ. സാങ്കേതിക തകരാർ. കോഴിക്കോട് നിന്ന് പറന്ന എയർ ഇന്ത്യ വിമാനം മുംബൈയിലിറക്കി. വലഞ്ഞ് യാത്രക്കാർ. കോഴിക്കോട് നിന്നും മസ്കറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിലിറക്കി. 150-ലേറെ യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ 11:30-ക്കാണ് കോഴിക്കോട് നിന്നും വിമാനം പുറപ്പെട്ടത്. 1:30-ഓടെ മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. സാങ്കേതിക തകരാർ എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് മറ്റൊരു വിമാനത്തിൽ മസ്കറ്റിലേക്ക് യാത്രക്കാരെ അയക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനം, ഒരാൾക്ക് ദാരുണാന്ത്യം. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുൽഗാം ജില്ലയിലെ ദംഹാൽ ഹഞ്ചിപൂര മേഖലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. മുക്താർ അഹമ്മദ് എന്നയാളാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ തെരച്ചിൽ ആരംഭിച്ചു. പോക്കറ്റിൽ സ്വർണ്ണാഭരണങ്ങൾ കണ്ടു, കുടിപ്പിച്ചു കിടത്തിയിട്ട് അടിച്ചുമാറ്റി. കൊല്ലത്ത് യുവാവ് പിടിയിൽ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ബാറിൽ മദ്യപിക്കാനെത്തിയയാളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം കബളിപ്പിച്ച് സ്വർണ്ണാഭരണം മോഷ്ടിച്ച യുവാവ് പിടിയിൽ. വള്ളുകുന്നം സ്വദേശി രാജീവാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് കരുനാഗപ്പള്ളി അരമത്തുമഠത്തിലുള്ള ബാറിൽ 52-കാരനായ ഡേവിഡ് ചാക്കോ എത്തിയത്. മദ്യം വാങ്ങാൻ പോക്കറ്റിൽ നിന്നും പണമെടുക്കുന്നതിനിടയിൽ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളടങ്ങിയ പൊതി രാജീവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ആഭരണം എങ്ങനെയും കൈക്കലാക്കണമെന്ന് പദ്ധതിയിട്ട രാജീവ് ഡേവിഡ് ചാക്കോയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം കബളിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. രാജീവ് ഡേവിഡിനോട് സൗഹൃദം സ്ഥാപിച്ച് കൂടുതൽ മദ്യം വാങ്ങി നൽകി അബോധാവസ്ഥയിലാക്കി. തുടർന്ന് വീണ്ടും മദ്യം വാങ്ങുന്നതിനായി ഡേവിഡിൻ്റെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുകയാണെന്ന വ്യാജേന ആഭരണങ്ങളടങ്ങിയ പൊതി മോഷ്ടിച്ചു. ശേഷം ബാറിൽ നിന്ന് കടന്നുകളയുകയായിരുന്നു. ഡേവിഡ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം തുടങ്ങി. ബാറിലെയും സമീപത്തെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജീവിനെ പിടികൂടിയത്. ഇയാൾ കൂടുതൽ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിവാദ കാഫിർ സ്ക്രീൻഷോട്ട്, KK ശൈലജ രാജിവെക്കണം. വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ KK ശൈലജയ്ക്കെതിരെ MK മുനീർ MLA. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വർഗീയ വിഭജനമുണ്ടാക്കാൻ സൃഷ്ടിച്ച വ്യാജ കാഫിർ പോസ്റ്റിന് പിന്നിൽ CPM ആണെന്ന് വ്യക്തമായതിനാൽ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച LDF സ്ഥാനാർത്ഥി KK ശൈലജ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് MK മുനീർ MLA രംഗത്ത് വന്നത്. എതിരാളിയെ ഇത്ര ഹീനമായി വേട്ടയാടിയ ശൈലജയ്ക്ക് ജനപ്രതിനിധിയായി തുടരാൻ യോഗ്യതയില്ലെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. CPM ഗൂഢാലോചന പുറത്തു വരുമ്പോൾ കൂടുതൽ ഉന്നത CPM നേതാക്കൾ കുടുങ്ങുമെന്ന് ഉറപ്പാണ്. LDF ഹീനകൃത്യത്തെക്കുറിച്ച് ഹൈക്കോടതിയിൽ സത്യസന്ധമായി റിപ്പോർട്ട് നൽകിയ പോലീസ് ഓഫീസറെ സ്ഥലം മാറ്റിയാൽ എല്ലാം അവസാനിപ്പിക്കാമെന്നത് വർഗീയ പ്രചാരവേല ചെയ്തവരുടെ വ്യാമോഹം മാത്രമാണ്. വ്യാജ കാഫിർ പോസ്റ്റ് ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ചവരെ സാക്ഷികൾ മാത്രമാക്കുന്ന പിണറായി പോലീസിന് രാജ്യത്തെ കോടതികൾ തന്നെ വൈകാതെ നിയമം പഠിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് വെള്ളാർമല സ്കൂളിന് സമീപം തിരച്ചിലിനിടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തി. വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിന് സമീപത്തെ പുഴക്കരയിൽ നിന്ന് 4 ലക്ഷത്തോളം രൂപ കണ്ടെടുത്തു. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് 500-ൻ്റെയും 100-ൻ്റെയും കെട്ടുകൾ കണ്ടെത്തിയത്. പാറക്കെട്ടിൽ കുടുങ്ങിക്കിടന്നതിനാലാണ് ഒഴുകിപ്പോവാഞ്ഞതെന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പറഞ്ഞു. പ്ലാസ്റ്റിക് കവറിലായതിനാൽ കൂടുതൽ കേടുപാട് സംഭവിച്ചിട്ടില്ല. എന്നാൽ ചെളി നിറഞ്ഞ നിലയിലാണ് നോട്ടുകെട്ടുകളുള്ളത്.